നമ്മുടെ ഈ വർഷത്തെ 2025 ആദ്യ മലയാള പടം ഇന്ന് റിലീസായി. ഇന്ന് ജനുവരി 2. നമ്മുടെ ഈ വർഷത്തെ മലയാളത്തിലെ ആദ്യ സിനിമയായ ഐഡൻറ്റിറ്റി ഇന്ന് തിയേറ്ററുകളിലെത്തി. ഞാൻ രാവിലെ 11:45 ഷോ തന്നെ കയറി കണ്ടു. നമ്മുടെ ടൊവിനോ ചായൻ, അതുപോലെ തന്നെ തൃഷ, വിനയ് റായ്, ഷമ്മി തിലകൻ, ഇവരൊക്കെയാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ ആട്ടമായിരുന്ന ഫസ്റ്റ് പടം, കഴിഞ്ഞ മോശമല്ലാത്തൊരു തുടക്കമായിരുന്നു 2024 അപ്പോൾ 2025 ആദ്യ പടം ഇന്ന് തിയേറ്ററുകളിലെത്തി. അപ്പോൾ ഐഡൻറ്റിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ മേക്കിംഗ് ക്വാളിറ്റി കിടലിനാണെങ്കിൽ പോലും ആ ഒരു മേക്കിങ്ങിൻ്റെ ഒരു ലെവൽ പിടിച്ചിരുത്താൻ പറ്റാതെ പോയ ഒരു മനന്ന ത്രില്ലറായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അഭിപ്രായം തന്നെ ആവണമെന്നില്ല എല്ലാവർക്കും. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് പറയണത്. എനിക്ക് ഈ സിനിമയിൽ പോസിറ്റീവായിട്ട് തോന്നിയ 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിനിമ ഒരു സ്ലോ ആയിട്ടാണ് പോയത്. മേക്കിങ്ങിൻ്റെ ആ ഒരു കാര്യത്തിൽ പടം ടോപ്പിൽ തന്നെ നിൽക്കും. അത്യാവശ്യം നല്ല സീനുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ നമ്മൾ എവിടെയും സിനിമ പിടിച്ചിരുത്തുന്നില്ല. പിന്നെ 2 മണിക്കൂർ 38 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ സിനിമയിലെ എനിക്ക് ഒരു വാവ് ഫാക്ട് തോന്നിയത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലൈമാക്സിൽ ഫ്ലൈറ്റിൽ വെച്ച് ഒരു ഫൈറ്റ് ക്ലൈമാക്സിൽ അത് പണി വെച്ച രീതി, അത് അടുത്ത രീതി, ആ ഒരു 3-4 മിനിറ്റ് ആ ഫൈറ്റ് ഒരു 3-4 മിനിറ്റോളം ഉണ്ട്. ആ സിനിമയുടെ ഏറ്റവും ലാസ്റ്റാണ്. അത് അടിപൊളിയായിരുന്നു. അത് കിഡുമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ അതുവരെ ഒരു ഡൗൺ ആയിട്ട് നിന്നിട്ട് ഹംബോ എന്ന് തോന്നിയത് ആ ഒരു സാധനം കണ്ടപ്പോഴായിരുന്നു. അത് കിടിലിനായിരുന്നു. അതുപോലെ തന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമയുടെ മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ എവിടെയും പിടിച്ചിരുത്തുന്നില്ല സിനിമ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫിലോട്ട് വരുമ്പോൾ എനിക്ക് ആദ്യത്തെ കുറച്ച് സമയം അത്ര താല്പര്യമില്ല. പിന്നീട് അങ്ങോട്ട് സിനിമ ഒരു ഇഷ്ടപ്പെട്ട ഒരു ചെറിയൊരു ത്രില്ല് ഫീലൊക്കെ കിട്ടി തുടങ്ങിയെങ്കിലും ആ ഇൻ്റർവെൽ സീനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻ്റർവെല്ലിൻ്റെ ഒരു ഇൻ്റർവെൽ കൊണ്ട് നിർത്തിയതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് കടന്നപ്പോൾ പടം ഭയങ്കരമായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 മണിക്കൂർ 38 മിനിറ്റാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ 2 മണിക്കൂർ 38 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ലാഗ് ഫീൽ ചെയ്തൊരവസ്ഥ തന്നെയായിരുന്നു സത്യത്തിൽ. അപ്പോൾ ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂർ 5 മിനിറ്റ് ആണല്ലോ. ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂർ 5-10 ആണല്ലോ. സെക്കൻഡ് ഹാഫാണ് ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും കഴിയാറായ എന്നുള്ളൊരു സാധനം ക്ലൈമാക്സിൽ കിട്ടും. പക്ഷെ നമ്മൾ സിനിമ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് സിനിമ കഴിയില്ല. അവിടെ നിന്നും കുറച്ച് സീനുകൾ വീണ്ടും പടം പോവും. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഹാഫ് ഇച്ചിരി ലെങ്ത്ത് കൂടുതലാണ് സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു മുഷ്പും കാര്യങ്ങളും ഫീൽ ചെയ്യും. പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് തിയേറ്ററിൽ കാണുമ്പോൾ ഞാൻ ഇവിടെ തൃശ്ശൂർ രാംദാസിലാണ് കണ്ടത്. AC അങ്ങോട്ട് ഇട്ട് പറപ്പിച്ചേക്കായിരുന്നു തിയേറ്ററിൽ. അയ്യോ, അതാണ് ഏറ്റവും വലിയ ശാപം. കാരണം ഒന്നാമത് സിനിമ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു സാധനം സെക്കൻഡ് ഹാഫിൽ, ഫസ്റ്റ് ഹാഫിന് സത്യം പറഞ്ഞാൽ ആവറേജ് ഉള്ളൂ. എനിക്ക് പേഴ്സണലി ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് കടക്കുമ്പോൾ പടം മൊത്തത്തിൽ ഇങ്ങനെ ഒരു വലിച്ചിൽ ഫീൽ ചെയ്ത് ഇങ്ങനെ നിൽക്കുക. ഒരു ഓൾറെഡി പടം ഒരു സ്ലോ ആയിട്ട് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഈ തിയേറ്ററിൽ AC അങ്ങോട്ട് ഇട്ട് പറപ്പിച്ചിട്ട് ഉറക്കം വരുന്നൊരു ലെവലായി തിയേറ്ററിൽ നിന്ന് കിട്ടിയ ഒരു ഇത്. അതുപോലെയായിരുന്നു AC ഇട്ടുണ്ടായിരുന്നത്. എങ്കിലും ചില സീനുകളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഉണർന്നിരിക്കുക, ആ ഒരു സാധനങ്ങളൊക്കെ പടത്തിൻ്റെ അകത്ത് ഉണ്ട്. പക്ഷെ എന്നാലും മൊത്തത്തിൽ പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സത്യം പറയും പടത്തിന് കയറുന്നത്. ഞാൻ ക്രൈം ത്രില്ലർ സിനിമകളുടെ ഒരു വലിയ ആരാധനയ്ക്ക് എൻ്റെ ഫേവറേറ്റ് ജോണറാണ് ക്രൈം ത്രില്ലർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ സത്യം പറഞ്ഞാൽ ഇതൊരു ക്രൈം ത്രില്ലറൊന്നും അല്ല ഈ പടം. ഇതൊരു ക്രൈം ത്രില്ലർ ജോണറല്ല സത്യം പറഞ്ഞാൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇതൊരു വേറെ മൂഡ് പടമാണ്. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. എന്നാൽ എൻ്റെ പോലെ അത്ര താല്പര്യമാവാതെ പോയ ആൾക്കാരുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരു 1 ടൈം വാച്ചബിൾ മൂവിയാണ്. നമുക്ക് ഒരു തവണ കണ്ട് മറക്കാവുന്ന ഒരു പടം. മസ്റ്റായിട്ടും തിയേറ്ററിൽ കാണണമെന്ന് ഡിമാൻഡ് ചെയ്യണ സിനിമയായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. എങ്കിലും നമുക്ക് ഒറ്റ പ്രാവശ്യം നമുക്ക് കണ്ടു മറക്കാവുന്ന ഒരു സിനിമയാണ് ഐഡൻറ്റിറ്റി. കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കിക്കോ. പിന്നെ പോസിറ്റീവായിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അതായത് ഫ്ലൈറ്റിൽ വെച്ചുള്ള ഫൈറ്റ്, അതുകൊണ്ട് സിനിമയുടെ മേക്കിംഗ് ക്വാളിറ്റി, ചില സീനുകളൊക്കെ എടുത്ത് വെച്ച രീതിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ടൊവിനോ അടിപൊളിയുണ്ട്. അതിന് മൊത്തത്തിൽ ഇതൊക്കെയാണ് സിനിമയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി ഏറെക്കുറെ എനിക്കൊരു ജസ്റ്റ് 1 ടൈം വാച്ചബിളായിട്ട് തോന്നിയുള്ളൂ.
എന്തായാലും മോശം എന്ന് പറയാൻ പറ്റില്ല സിനിമ, മോശമാക്കിയിട്ടില്ല, എന്നാൽ അത്ര നല്ലതും എന്ന് പറയാൻ ഇല്ല. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി, കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കിക്കോ.